പ്രിയമുള്ള മക്കളെ, നമ്മുടെ പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് SSന്റെ പരീക്ഷ. എല്ലാവർക്കും അറിയാം. വളരെ 1.5 ദിവസം നമുക്ക് ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസമുള്ള വീഡിയോയിൽ ഞാൻ കമൻറ്റ് ഇടാൻ പറഞ്ഞിരുന്നു പ്രയാസമുള്ള ഭാഗങ്ങളൊക്കെ. അപ്പോൾ പല ഒരുപാട് കുട്ടികൾ നമുക്ക് എസ്സെ ചോദിച്ചിരുന്നു. എസ്സിൻ്റെ ഏതൊക്കെ ഭാഗമാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. വീണ്ടും പറയുകയാണ്, ഹിസ്റ്ററിൻ്റെ ഭാഗം, ഹിസ്റ്ററിയിലെ ഒരു ചോദ്യം എന്തായാലും എസ്സേക്ക് നമുക്കുണ്ടാവും, അത് ഉറപ്പാണ്. അതിൽ നിസ്സഹകരണ സമരം ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത്. കഴിഞ്ഞ പരീക്ഷയ്ക്ക്, മോഡൽ പരീക്ഷയ്ക്ക് നമുക്ക് ഗാന്ധിജിയുടെ സിവിൽ നിയമലംഘന സമരം ചോദിച്ചിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം, അപ്പുറത്തൊരു സമരമുണ്ട്. ഇങ്ങനെ 3 സമരമാണ് ഗാന്ധിജിയുടെ സമരം. ഈ 3 സമരം ദേശീയ സമരമാണ്. ഒരു രാജ്യത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാണ് ദേശീയ സമരം. ദേശീയ സമരം ദേശത്തിന്റെ സമരമാണ്. പ്രാദേശിക സമരം ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നം ഊന്നിക്കൊണ്ടുള്ള സമരമാണ്. അത് 3 വേറെ ഉണ്ട്. അപ്പോൾ ഈ ദേശീയ സമരം, ഈ 3 ദേശീയ സമരത്തിൽ ആദ്യത്തെ സമരമാണ് നിസ്സഹകരണ സമരം. അപ്പോൾ നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതണം, ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമാണ് നിസ്സഹകരണ സമരം. അത് മിനിമം അതെങ്കിലും എഴുതുക. പിന്നെ നിസ്സഹകരണ സമരത്തിന്റെ സവിശേഷത, അതിന്റെ സമര രീതികൾ നമുക്കറിയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഭാഗം. നമുക്കറിയാം, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 4-5 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് നല്ല രീതിയിൽ പഠിക്കുക, പുസ്തകത്തിൽ കറക്റ്റ് പോയിന്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ സമരത്തിന്റെ പങ്കാളിത്തം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൽ ആരൊക്കെ പങ്കെടുത്തു? സ്ത്രീകൾ പങ്കെടുത്തു, തൊഴിലാളികൾ പങ്കെടുത്തു, കർഷകർ പങ്കെടുത്തു, അതുപോലെ ഗോത്ര ജനതകൾ പങ്കെടുത്തു. ഇങ്ങനെ ഒരു 4-5 വിഭാഗങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പങ്കെടുത്ത വിഭാഗത്തിന്റെ ആരൊക്കെ ഏതൊക്കെ ടീം പങ്കെടുത്ത ഒരു മിനിമം പഠിച്ചു വെക്കാം. എന്നിട്ട് അവരെന്തൊക്കെ അതിൽ ചെയ്തു എന്നുള്ളത് അതൊക്കെ 1-2 പേരിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സമരകാലത്തെ പരിപാടികളാണ്. നമുക്കറിയാം, ഖാദി പ്രചരിപ്പിച്ചു, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, അങ്ങനെ 2-3 പോയിന്റ് നമ്മൾ ബുക്കിൽ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പായിട്ടാണ് ആ ഒരു ചോദ്യത്തിന് ആൻസർ നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇത് 3 ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതണം. പോയിന്റ് ആക്കി എഴുതാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നത് നമുക്ക് ഫുൾ മാർക്ക് ഷുവറായിട്ടും കിട്ടും. അതാണ് നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അതല്ല, ചിലപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ മോഡലിൽ ചോദിച്ചേക്കാം. അതായത് ഗാന്ധിജിയുടെ 2ാമത്തെ ദേശീയ സമരമാണ് സിവിൽ നിയമലംഘന സമരം, സിവിൽ ഡിസിപ്ലിൻസ് മൂവ്മെന്റ്. അതല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരമായി ഗാന്ധിജിയുടെ 3ാമത്തെ അവസാനത്തെ ദേശീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അതും ഇതേപോലെ അതിന്റെ സമരരീതികൾ ബുക്കിൽ പറയുന്നുണ്ട്. ഇത്ര വൈഡായിട്ട് പഠിക്കാനില്ല. ഈ ഒരു സമരങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത്. ഇതാണ് നമുക്ക് ഒന്നുകൂടി എളുപ്പമുള്ള പാഠം. അല്ലെങ്കിൽ പിന്നെ മാനവികത എന്നുള്ള ഹ്യൂമനിസം എന്നുള്ള 1ാമത്തെ പാഠത്തിന് ചോദ്യങ്ങൾ വരാം. അതൊന്നുകൂടി പ്രയാസമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാഠം ഊന്നി പറയുന്നത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ചെറിയ ചാൻസ് ഞാൻ കാണുന്നുണ്ട്, സമ്പത്തും ലോകം എന്നുള്ള പാഠത്തിലെ 1ാം ലോകമഹായുദ്ധത്തിന്റെയും 2ാം ലോകമഹായുദ്ധത്തിന്റെയും കാരണങ്ങളും ഫലങ്ങളും. ഇതിലിപ്പോൾ 1ാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങൾ, 2ാം ലോകമഹായുദ്ധത്തിന്റെ കാരണങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്, സൈനിക സഖ്യ രൂപീകരണം. പക്ഷെ സൈനിക സഖ്യ രൂപീകരണം രണ്ടിലും ടോപ്പിക്സ് വ്യത്യാസം ഉണ്ടെങ്കിലും അതിന്റെ ഹെഡ്ലൈൻ സെയിം ആണ്, സൈനിക സഖ്യ രൂപീകരണം. അതുപോലെ ഏതൊരു യുദ്ധത്തിന്റെയും അവസാനത്തെ കാരണം പെട്ടെന്നുള്ളൊരു കാരണമുണ്ടാവും. ആ ഒരു പെട്ടെന്നുള്ള കാരണം രണ്ടിലും നമുക്ക് പഠിക്കാണ്ട് അങ്ങനെ പഠിച്ചു പോവാം. ഫലങ്ങൾ പഠിക്കുമ്പോൾ രണ്ടിനും ഒരു